മോനെ കുളി കഴിഞ്ഞില്ലേ? നീലിമേ, നീലിമേ, വാ മോളെ, സന്ധ്യയായി, വന്നിട്ട് നാമം ജപിക്ക്. ഞാൻ പഠിക്കാമ്മ, വന്നേക്കാം. ആ ശരി മോളെ. ആ വാ. ദീപം 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 ദീപം. ഭഗവാനെ കൃഷ്ണ, ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ ഹരേ. ആ എത്തിയോ? ഓ, ചായ എടുക്കട്ടെ? വേഗം വേണം, പണി തീർന്നിട്ടില്ലേ? മൂടപ്പുഴ ഭാഗത്ത് ലേം പൊട്ടിക്കെടുക്കുക, വേഗം എടുക്കണേ. ചായ എടുത്തോ? ആ അച്ഛൻ വന്നോ? എല്ലാം പഠിക്കണ്ടോ? സുന്ദരി. എന്താടായി കാണിക്കുന്നേ? നിനക്കുള്ളത് അകത്തിരിപ്പില്ലേ? അത് ഞാൻ പോട്ടെ, ലേറ്റായി. ശരി മോനെ. എടീ, അവൻ എന്തിനാ രാത്രി കിടന്ന് പെടാപ്പാട് വിടുന്നേ? എനിക്ക് ജോലിയുണ്ടല്ലോ. ഇവളെ കെട്ടിച്ചേക്കണോന്നാ അവൻ പറയുന്നത്. നിങ്ങളെ കൊണ്ട് മാത്രം പറ്റുമോന്നാ അവൻ ചോദിക്കുന്നത്. അമ്മോ, വന്നടോ. താടി പൈസയോ? തരാടി. ഇന്നലെ ഇത് തന്നെ പറഞ്ഞ പൈസ എന്റെ വലിച്ചാ മതി, ഞാൻ വീട്ടു വളർത്തണമൊന്നുമല്ല. തരാന്ന് പറഞ്ഞില്ലേ? എന്നടാ പൈസ? താ. കഴപ്പ് തീർക്കണെങ്കിലേ വേറെ ആളുടെ അടുത്ത് നോക്കിയാ മതി. അമ്മേ, അയ്യോ അമ്മേ. പോട്ടേട്ടാ, ബൈ.
എടാ നിരഞ്ജ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് പോരാ. മാമോ ഹായ്. പറ, എന്തൊക്കെയാ വേണ്ടേ? നീ പറഞ്ഞോ. നിനക്കോ? ഒരു ഓംപ്ലേറ്റ്. ചേട്ടാ 4 ദോശ, 2 ഓംപ്ലേറ്റ്. അല്ല, 2 കൂടി പറയാം അല്ലേ? 2 കൂടി. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ ഇതിന്? എൻ്റെ കയ്യിലുണ്ടായതല്ലേ അവൾക്ക് കൊടുത്തേ. എത്തിയില്ലോ. എന്താ പൈസ ഗൂഗിൾ പേ ചെയ്തേക്കാം. ഒരു പുകയെടുക്കണോ? വേണ്ട, ഞാൻ വലിക്കാറില്ല. അച്ഛൻ നേരത്തെ എത്തിയാ? അമ്മാ ആ ആ എത്തിയോ? ഇന്നെന്താ അമ്മ? ദോശയാ മോനെ. അവൾ എണീറ്റില്ലേ? എഴുന്നേറ്റില്ല ഇതുവരെ. അവളെന്താ ഇങ്ങനെ? ആർക്കറിയാം എന്താന്ന്. കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണ അങ്ങനെ. പഠിത്തവും ഇല്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യ. എനിക്കറിയില്ല എന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. നീലിമേ, 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 എണീക്കടി. പോയേട്ടാ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എണീറ്റിരിക്കണം കേട്ടാ. ഇങ്ങോട്ടാ ഈ പെണ്ണ്. എടി എടി നീലുമേ, ചേട്ടാ അവളിത് എവിടെ പോയതാന്ന്? എനിക്കറിയില്ല.
മാമ സജിത്തില്ലേ? അവൻ അകത്തുണ്ടല്ലോ. മോളെ ചേട്ടനൊന്ന് വിളിക്കോ, ആ വണ്ടി ഒന്ന് വേണമായിരുന്നു. സൈത്തേട്ടാ, ദേ നിരഞ്ജൻ ചേട്ടൻ വിളിക്കുന്നു. വണ്ടിയുടെ താക്കോൽ എടുത്തു കൊടുക്കാൻ. ആ എന്തിയാടാ എവിടേക്കാ? എടാ ഞാനൊന്ന് ഇവിടെ വരെ. എന്താ നിന്റെ പ്രശ്നം? എടാ നീലിമ ഒന്നും പറയാ വണ്ടി എടുത്തു പോയി. ഞാൻ അവളൊന്ന് നോക്കിയിട്ട് വരാം. എടാ അത് പറയാനാ ഞാൻ നേരത്തെ വന്നേ. അവളാ മിഥുന്റെ ഗ്യാങ്ങിന്റെ കൂടെ എപ്പോഴും. അവരെവിടെ കൂടുന്നതെന്ന് നിനക്കറിയോ? അതാ പുഴമ്പള്ളത്ത് തോട്ടത്തിലാ. ശരിടാ. മോളെ മോളെ നോക്ക് നോക്ക്. മോള് ഇറങ്ങടി ഇങ്ങട്. നീ ആരാ അവളെ ശിക്ഷിക്കാൻ? നിനക്ക് എന്താ അധികാരം? നീ കയറി പോയിക്ക്. ചേട്ടാ, അകത്ത് കയറിപ്പാൻ. ഇനി ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല. നീ എന്തായാലും ഒന്നും മിണ്ടാത്തെ? രാത്രി ജോലിക്കെന്നും പറഞ്ഞ് നീ എവിടേക്കായി പോണത്? നിന്നെ ഞാൻ കണ്ടല്ലോ വേറെ രൂപത്തിൽ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അവളെ നല്ല രീതിക്ക് കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഓരോരോ മാർഗങ്ങൾ. പക്ഷെ ആ മാർഗം അവളെ തന്നെ നശിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇന്നവക്ക് എല്ലാം നഷ്ടമായി. എന്റെ പൊന്നുമോനെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേക്കുന്നത്? നീലിമേ എന്താടി? മോളെ! അയ്യോ! ഒരാഴ്ചയായി നമ്മുടെ കുഞ്ഞു പോയിട്ട്. അന്നു മുതൽ അവർ റൂമിൽ കയറിയിരിക്കുക. എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയും. ഇനി നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. മോനെ, മോനെ, നിരഞ്ജ, മോനെ, മോനെ.